ഹായ്, ക്ലാസ് 9 ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതായത് 3 വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, എർത്തിന്റെ ഡിഫറെന്റ് പൊസിഷൻസിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നു. അവിടെ ചോദിക്കുന്നു മോർ വെയിറ്റ്, സീറോ വെയിറ്റ്, ലെസ് വെയിറ്റ്. ഈ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. അതായത് ജിയുടെ വാല്യൂ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ജിയുടെ വാല്യൂ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് പോളാർ റീജിയണിലാണെങ്കിൽ ജിയുടെ വാല്യൂ എന്തായിരിക്കും, മാക്സിമം വാല്യൂ ആയിരിക്കും. ഇനി സെന്റർ ഓഫ് ദ എർത്തിലാണെങ്കിൽ ജിയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അതുപോലെ തന്നെ സി എന്ന് പറയുന്ന നിങ്ങൾ ഈ കാണുന്ന ഇക്വേറ്റർ റീജിയണിൽ ജിയുടെ വാല്യൂ എന്തായിരിക്കും മക്കളെ, മിനിമം ആയിരിക്കും. അപ്പോൾ ഈ 3 കേസുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ജിയുടെ വാല്യൂ മാക്സിമം ആയിരിക്കും, 0 ആയിരിക്കും, മിനിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മോർ വെയിറ്റ് വരണമെങ്കിൽ ജിയുടെ വാല്യൂ എന്താവണം, മാക്സിമം വാല്യൂ വരണം. അപ്പോൾ മാക്സിമം വാല്യൂ വരുന്നത് ഏത് ഒബ്ജക്റ്റിനാണ്, എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മോർ വെയിറ്റ് അനുഭവപ്പെടുന്നത് എ എന്ന് പറയുന്ന വസ്തുവിനാണ്. റെഡി. ഇനി ചോദിച്ചിരിക്കുന്നു സീറോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ജിയുടെ വാല്യൂ എന്ത് വരണം, 0 വരണം. ജിയുടെ വാല്യൂ 0 വരുന്നത് ആർക്കാണ്, യെസ്, ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനാണ്. ഓക്കെ, ഇനി സി എന്ന വസ്തുവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം സ്വാഭാവികമായിട്ടും ജിയുടെ വാല്യൂ മിനിമം ആയിരിക്കും അല്ലേ. അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ മിനിമം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലെസ് വെയിറ്റ് അനുഭവപ്പെടുന്നത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഏത് ഒബ്ജക്റ്റിനാണ്, സി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനാണ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കരുത്. നാളത്തെ പരീക്ഷയ്ക്ക് ഇതേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം.